എല്ലാവർക്കും നമസ്കാരം. കേറ്ററ്റിൽ നോവൽ എന്നൊരു വിഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട നോവൽ ചോദിക്കാനിടയുള്ള പ്രധാനപ്പെട്ട നോവലും അതിൻ്റെ വർഷങ്ങളെ ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കണം. തുടങ്ങാം. ആദ്യകാല മലയാള നോവൽ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന ജോൺ ബനിയൻ്റെ കൃതിയുടെ വിവർത്തനത്തോടെയാണ് നമ്മുടെ മലയാളത്തിൽ നോവൽ കടന്നു വന്നിരിക്കുന്നത്. തീർത്ഥാടന പുരോഗതി ജോസഫ് പേറ്റ് 1840 വിവർത്തനം ചെയ്ത കൃതിയാണ്. പരദേശി മോക്ഷയാത്ര ആർച്ച് ഡിക്കൻ കോശിയുടെ 1847 ഈ കൃതി വെളിച്ചം കൊണ്ടത്. സഞ്ചാരിയുടെ പ്രയാണം പ്രവാസി മുള്ളറിൻ്റെ 1847. അപ്പോൾ ഇത്രയും കൃതികൾക്ക് ശേഷം അടുത്തതായിട്ട് കാതറിൻ ഹന്ന മുല്ലൻസ് മദാമ 1852 ഒരു ബംഗാളി നോവൽ എഴുതി. പുൽമോണി ആൻഡ് കോരുണ വിവർത്തനം ചെയ്തത് ജോസഫ് പിറ്റാണ്. തുടർന്ന് മൂന്നാമതായിട്ട് വന്നത് കാതകവധം. കാതകവധം നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ. 1877 മിസ്സിസ് കോളിൻസെ എഴുതിയ ദ സ്ലർസ്ലെ എന്ന ഇംഗ്ലീഷ് കൃതിയുടെ വിവർത്തനമാണ് കാതകവധം. വിദ്യാസംഗ്രഹത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മിസ്റ്റർ കോളിൻസ് പൂർത്തിയാക്കിയ ഒരു കൃതിയാണിത്. കേരള പശ്ചാത്തലത്തിൽ എഴുതിയ ആദ്യത്തെ നോവൽ എന്ന ഒരു വിശേഷണം കൂടി കാതകവധത്തിനുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പൗലോസ്, കോശി കുര്യൻ, മറിയം. കാതകവധത്തിലെ പ്രമേയം നോക്കുകയാണെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ വർണ്ണവിവേചന സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കാതകവധത്തിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത നോവൽ പുല്ലേരി കുഞ്ചു. 1882 പുല്ലേരി കുഞ്ചു വന്നത്. ആർച്ച് ഡിക്കൻ കോശിയുടേതാണ് പുല്ലേരി കുഞ്ചു. ജ്ഞാനനിക്ഷേപം മാസികയിലാണ് ഇത് പുല്ലേരി കുഞ്ചു പ്രസിദ്ധീകരിച്ചത്. പ്രമേഹം എന്ന് പറയുന്നത് ഹൈന്ദവ ക്രൈസ്തവരുടെ സംവാദവും അത് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളുമാണ് പുല്ലേരി കുഞ്ചുവിൻ്റെ പ്രമേയം. അണ്ണാവി, ഷാമു, പുല്ലേരി കുഞ്ചുപിള്ള എന്നിവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അടുത്ത നോവൽ കുന്തലത 1887. അപ്പു നെടുങ്ങാടി ഷേക്സ്പിയറിൻ്റെ സിംബലൈൻ എന്ന നാടകകൃതിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവലാണ് കുന്തലത. കുന്തലതയിലെ പ്രധാന കഥാപാത്രങ്ങൾ കുന്തലത, ചിത്രരഥൻ, താരാനാഥൻ, രാമദാസൻ തുടങ്ങിയവരാണ്. കുന്തലത ഒരു പരാജയകൃതി എന്ന് പറഞ്ഞത് ആര്? അപ്പോൾ കുന്തലതയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കുന്തലത ഒരു പരാജയകൃതി എന്ന് പറഞ്ഞത് ആര്? എൻ കൃഷ്ണപിള്ള. എവിടെയാണ് പറഞ്ഞത്? കൈരളിയുടെ കഥ എന്ന് പറയുന്ന പുസ്തകത്തിൽ. അടുത്ത നോവലാണ് ഇന്ദുലേഖ. ഇത് നമ്മൾ കൂടുതലായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു നോവലാണ് അല്ലേ. 1889 ഒ ചന്തുമേനോനാണ് ഈ നോവൽ എഴുതിയത്. ആദ്യത്തെ മലയാള ലക്ഷണമൊത്ത നോവൽ എന്ന വിശേഷണമുള്ളത് ഇന്ദുലേഖയ്ക്കാണ്. ബീക്കർ ഹിൽഡിൻ്റെ ഹിന്ദി ടാറ്റ് എന്ന നോവൽ സംഗ്രഹം കേട്ട് രസിച്ച് ചന്തുമേനോൻ്റെ സഹധർമ്മിണിയുടെ ആഗ്രഹത്താൽ എഴുതപ്പെട്ട നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഇന്ദുലേഖ, മാധവൻ, ഗോവിന്ദ പണിക്കർ, പഞ്ചുമേനോൻ, ചെറുശ്ശേരി, ഷീനുപ്പട്ടർ, സൂര്യ നമ്പൂതിരിപ്പാട്, ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കഥാപാത്രത്തെ കൂടെ പറയണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദുലേഖയുടെ കഥാപാത്രങ്ങൾ മാത്രം തന്നിട്ട് ഇത് ഏത് നോവലിലുള്ളവരാണ് എന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് എഴുതിയൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതിനാണ് ഞാൻ ഇതിനൊന്ന് പതുക്കെ പറയുന്നത് കേട്ടോ. നമുക്ക് ഇന്ദുലേഖയെ പറ്റി ധാരാളം പഠനങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാം. 18-ാം അധ്യായം കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്നു പറഞ്ഞത് ആര്? എം ബി പോൾ. അപ്പോൾ ഇന്ദുലേഖയുടെ 18-ാം അധ്യായം കഥാപ്രവാഹത്തെ പ്രതിപാദിക്കുന്ന ശിലാഖണ്ഡം എന്ന് പറഞ്ഞത് ആര്? എം ബി പോൾ. അടുത്ത് ഇംഗ്ലീഷിൻ്റെ ചിരിയൽ യുഗപ്പിറവിയിലുള്ള
പ്രഭാകാന്തിയാണ് എന്ന് ഇന്ദുലേഖയെ പറഞ്ഞത് ആര്? തായാട്ട് ശങ്കരൻ. അടുത്ത് സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് പറഞ്ഞത് ആര്? എം അച്യുതൻ. അപ്പം ഇങ്ങനെയുള്ള പഠനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യവും നോവലിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു നോവൽ കൃതി തരുന്നു, അതുമായിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത നോവലാണ് ഇന്ദുമതി സ്വയംവരം 1890. കോഴിക്കോട് പടിഞ്ഞാറേ കോവിലകത്ത് അമ്മാവൻ രാജയാണ് ഇന്ദുമതി സ്വയംവരം എഴുതിയത്. കാശ്മീരി കുടുംബത്തിൻ്റെ കഥയാണ് ഇതിൽ കൂടുതലായിട്ട് വിവരിച്ചിരിക്കുന്നത്. കാശ്മീരി കുടുംബ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട കഥ. അപ്പോൾ ഇന്ദുമതി സ്വയംവരം 1890. അടുത്ത നോവൽ മീനാക്ഷി 1890 തന്നെ പുറത്തിറങ്ങിയ ഒരു നോവലാണ് മീനാക്ഷി. സി ചാത്തു നായരാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മീനാക്ഷിയിലെ പ്രമേയം എന്ന് പറയുന്നത് നായർ സമുദായത്തിലെ പ്രശ്നങ്ങളെയും ആധാരമാക്കിയുള്ള കഥകളാണ് മീനാക്ഷി നോവലിൽ പ്രമേയമാക്കിയിട്ടുള്ളത്. മീനാക്ഷി, അച്യുതമേനോൻ, കൊച്ചമ്മാളു, ഗോപാലമേനോൻ, കുബേര നമ്പൂതിരി എന്നിവരാണ് മീനാക്ഷി നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അടുത്ത നോവൽ മാർത്താണ്ഡവർമ്മ 1891. നമ്മൾ ഈ ഇന്ദുലേഖ, മാർത്താണ്ഡവർമ്മ, ഘാതകവധം ഇതെല്ലാം നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള നോവലാണ്. പക്ഷേ ഇതിനകത്തു നിന്നുള്ള ഈ ഒരു പഠനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ചോദിക്കാം. മാർത്താണ്ഡവർമ്മ 1891 CV രാമൻപിള്ളയാണ് എഴുതിയിട്ടുള്ള. വാട്സ്കോട്ടിൻ്റെ ഐവാനോഡിൻ്റെ സ്വാധീന ഫലമായി രചിച്ച നോവലാണിത്. കിങ് ലിയറിനോട് സ്വാധീനമുണ്ടെന്ന് MB പോൾ ഈ നോവലിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രധാന കഥാപാത്രങ്ങൾ അനന്തപത്മനാഭൻ, സുഭദ്ര കിങ്, ബീരാൻ ഖാൻ, തിരുങ്ങോത്തുപിള്ള, കഴക്കൂട്ടത്ത് പിള്ള, പാറുക്കുട്ടി, ശങ്കു ആശാൻ, ഭ്രാന്തൻ ചാരൻ, ഹക്കീം എന്നീ കഥാപാത്രങ്ങളാണ് മാർത്താണ്ഡവർമ്മയിലുള്ളത്. മാർത്താണ്ഡവർമ്മയിൽ പ്രതിപാത്രം, ഭാഷണഭേദം എന്നീ പഠനങ്ങൾ CVയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് എഴുതിയ കഥാപഠനങ്ങളാണ്. പ്രതിപാത്രം, ഭാഷണഭേദം എന്നിവയൊക്കെ പറ്റിയുള്ള കഥാപഠനങ്ങളുണ്ട്. പിന്നെ CVയുടെ മറ്റു നോവൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ധർമ്മരാജ 1913. പിന്നെ രാമരാജ ബഹദൂർ 1918. CVയുടെ സാമൂഹ്യ നോവൽ ഏതാണ്? പ്രേമാമൃതം 1914. അപ്പോൾ ഇത് CVയുടെ മറ്റു നോവലുകളാണ്. പിന്നെ പഠനത്തെ പറ്റി പറയുകയാണെങ്കിൽ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന് പറഞ്ഞത് ആരാണ്? K ഭാസ്കരൻ നായരാണ്. അടുത്ത പഠനത്തിൽ സാക്ഷാൽ CV ആരുടെ കൃതിയാണ്? N ബാലകൃഷ്ണൻ നായർ. പ്രതിപാത്രം, ഭാഷണഭേദം N കൃഷ്ണപിള്ളയുടെ പഠനമാണ്. CV രാമൻപിള്ള എന്ന പേരിൽ തന്നെ PK രാമേശ്വരൻ നായർ പഠനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ പണിക്കരും ഇതേ പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട്. CVയുടെ ഹാസ്യസങ്കല്പം എഴുതിയതാരാണ്? G ശങ്കരപ്പിള്ളയാണ്. CV പഠനം എഡിറ്റ് പത്മനാഭൻ രാമചന്ദ്രനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പിന്നെ ധർമ്മരാജ ഒരു നായർ മഹാകാവ്യമാണ് എന്ന് വിലയിരുത്തിയത് ആര്? MB പോളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാർത്താണ്ഡവർമ്മ നോവലിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. മാർത്താണ്ഡവർമ്മ 1891. അടുത്ത നോവലിലോട്ട് പോവാണ് സരസ്വതി വിജയം 1892. പോത്തേരി കുഞ്ഞമ്പുവാണ് സരസ്വതി വിജയം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് മലബാറിലെ സവർണ മേധാവിത്വം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പഠന വിഷയങ്ങളാണ്
സരസ്വതി വിജയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത നോവൽ പരിഷ്കാരപ്പൊതി. 1892 തന്നെയാണ്. സരസ്വതി വിജയത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയ ഒരു നോവലാണ് പരിഷ്കാരപ്പൊതി. കുന്നുകുഴി കൊച്ചു തമ്പാൻ അപ്പോത്തിക്കിഴിയുടേതാണ് പരിഷ്കാരപ്പൊതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ പറ്റിയും ആ ഒരു സമൂഹത്തിലുണ്ടാവുന്ന വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയ നോവലാണ്. അടുത്ത നോവൽ ലക്ഷ്മി കേശവം. 1892 പുറത്തു വന്നിട്ടുള്ളത്. കോമട്ടിൽ അച്യുത മേനോനാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. മലബാർ, മദ്രാസ് പ്രദേശങ്ങളിലുള്ള കഥാ ഇതിവൃത്തങ്ങളാണ് ലക്ഷ്മി കേശവത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത നോവൽ പറങ്ങോട്ടിൽ പരിണയം. 1892 കിഴക്കേപ്പാട്ടിൽ രാമൻകുട്ടി മേനോനാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോവലിനെ പരിഹസിച്ചു കൊണ്ടുള്ള ഒരു നോവൽ കൃതിയാണ് പറങ്ങോട്ടിൽ പരിണാമം എന്ന് പറയുന്ന നോവൽ. അടുത്ത നോവൽ ശാരദ. 1892 ചന്തുമേനോൻ എഴുതിയ നോവലാണ് ശാരദ. അപ്പം കോടതി വ്യവഹാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു നോവലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അപൂർണ നോവലാണ്, പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അന്തപ്പായി, പാട്ടത്തിൽ രാധാകൃഷ്ണ മേനോൻ എന്നിവർ ചേർന്നാണ് ഈ നോവലിനെ പൂർത്തിയാക്കിയെന്ന് പറയാം. അടുത്ത് 4 പേരിൽ ഒരുത്തൻ. 1893 പുറത്തിറങ്ങിയ ഒരു നോവലാണ് 4 പേരിൽ ഒരുത്തൻ. അടുത്ത് നാടകാന്തം കവിത്വം എന്ന പുസ്തകം, നോവലിനെ പറ്റി അന്തപ്പായുടെ നോവൽ ആണിത്. നാടകാന്തം കവിത്വം ഇതിലെന്തുവാണ് പ്രമേയമാക്കിയിട്ടുള്ളത്? വർദ്ധിച്ചു വരുന്ന നാടകങ്ങളെ പരിഹസിച്ചു കൊണ്ടുള്ള ഒരു നോവലാണ് നാടകാന്തം കവിത്വം. അടുത്ത നോവലാണ് അക്ബർ. 1894 കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് അക്ബർ എഴുതിയിരിക്കുന്നത്. ഡോൺ വാൻ ലിംബർഗറിൻ്റെ ഡച്ച് നോവലായ അക്ബറിൻ്റെ മലയാള വിവർത്തനമാണിത്. അടുത്ത നോവൽ സുകുമാരി. 1897 സുകുമാരി വെളിച്ചം കൊണ്ടത്. ജോസഫ് മുളയിൽ 1840 മലബാറിലുള്ള ബാസൽ മിഷനിലുള്ള കഥാപരാമർശങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു നോവലാണ് സുകുമാരി. ഒരു സാമൂഹിക നോവലായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. രാമൻ ചിരുതയാണ് സുകുമാരിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അപ്പോൾ ഏകദേശം ഇത്രയും നോവലുകളെ പറ്റി, നോവലുകൾ, അത് പുറത്തിറങ്ങിയ വർഷം, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ നോവൽ ഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പോകണം. ഇത്രയും നോവലുകളാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോവലുകൾ നമ്മൾ കാതകവധം മുതൽ അങ്ങോട്ട് വർഷം ഒന്ന് പറയാം. കാതകവധം 1877. അത് കഴിഞ്ഞ് പുല്ലേരി കുഞ്ചു 1882. തുടർന്ന് കുന്തലത 1887. പിന്നെ ഇന്ദുലേഖ 1889. ഇന്ദുമതി സ്വയംവരം 1890. പിന്നെ മീനാക്ഷി അതേ വർഷം തന്നെ 1890. പിന്നെ മാർത്താണ്ഡവർമ്മ 1891. അത് കഴിഞ്ഞാണ് സരസ്വതി വിജയം 1892. പരിഷ്കാരപ്പൊതി 1892. അപ്പോൾ ഇത് രണ്ടും ഒരേ വർഷമാണെന്നുള്ളത് ഓർത്തോണം. 4 പേരിൽ ഒരുത്തൻ 1893. അക്ബർ 1894. സുകുമാരി 1897. അപ്പോൾ ഇത്രയാണ് ആദ്യകാല നോവലുകളെ പറ്റി നമ്മൾ കേട്ടിട്ട് എക്സാമിന് മനസ്സിലാക്കേണ്ടത്. നന്ദി.